തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നഗരസഭ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിച്ച വാഹനം ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ ഇലക്ഷൻ ബോർഡ് വെച്ച് തന്നെ പൊതുറോഡിൽ. ഇത്തരം നിയമലംഘനത്തിന് ശേഷം ഇതേ ബസ് കണ്ടത് ബാറിന് മുന്നിൽ. CCTV ദൃശ്യങ്ങളിൽ കാണുന്ന KL20 KGS എന്ന സ്വകാര്യ വാഹനം ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി എടുത്തിരുന്നതാണ്. വാഹനം പൊതുനിരത്തിലിറങ്ങിയപ്പോഴും ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നൽകിയ ബോർഡ് വച്ചിട്ടുള്ളതായി ദൃശ്യങ്ങളിൽ കാണാം. ഇലക്ഷൻ കമ്മീഷൻ അറിയാതെ റൂട്ടിലോടിയത് നിയമലംഘനമാണ്. 8-ാം തീയതി 4 മണിക്ക് നെടുമങ്ങാട് നിന്നും കല്ലറയ്ക്ക് പോവുകയും കല്ലറയിൽ നിന്ന് തിരിച്ചു വരികയും കൂടാതെ രാവിലെ ട്രിപ്പുകൾ ഓടുകയും ചെയ്തു. 9:30-ക്ക് ഒരു പരാതിയെ തുടർന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് ഈ വാഹനം ഓടുന്നുണ്ട് എന്ന് മനസ്സിലായത്. കേരളത്തിലെ ഇലക്ഷൻ ഇത്രയും അലക്ഷ്യമായി നടത്തേണ്ട ഒന്നാണോ? KGS ബസിന്റെ ഉടമ രാജീവിനെതിരെ ആറ്റിങ്ങൽ RTOയ്ക്ക് നിരവധി പരാതികൾ ഇതിനു മുൻപ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല. ഇതേ ബസ്സാണ് ഈ നിയമലംഘനം നടത്തിയിരിക്കുന്നത്. ഇലക്ഷൻ ബാലറ്റ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് എന്തു സുരക്ഷയാണ് ഇപ്പോൾ ഉള്ളത്? ഇലക്ഷൻ ബാലറ്റ് അട്ടിമറിക്കപ്പെടില്ല എന്നുള്ളതിന് ഇനി എന്തുറപ്പാണുള്ളത്?